ഹായ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇപ്പോൾ ഞങ്ങൾ മൈസൂരാണ് ഉള്ളത്. കൊട്ടാരങ്ങളുടെ നാടായ മൈസൂർ എന്ന് കേൾക്കുമ്പോൾ മൈസൂർ പാലസ് അല്ലേ ആദ്യം ഓർമ്മ വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൈസൂർ പാലസിലെ കാഴ്ചകളാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മൈസൂർ പാലസ് മൈസൂറിൻ്റെ ഹൃദയഭാഗത്ത് കിഴക്കോട്ട് ചാമുണ്ഡി കുന്നുകൾക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പ്രാദേശികമായി അംബാവിലാസ് കൊട്ടാരം എന്നറിയപ്പെടുന്ന നിർമ്മിതി. മൈസൂർ പാലസ് ഹിന്ദു, രജപുത്ര, ഗോതിക്, ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കരരൂപമായ ഇൻഡോ സാർസനിക് വാസ്തുശൈലിയിൽ നിർമ്മിച്ച കൊട്ടാരം. മാർബിളിൽ തീർത്ത അർദ്ധകുംഭങ്ങളോടുകൂടിയ 3 നില മന്ദിരം, 145 അടി ഉയരമുള്ള 5 നിലകളുള്ള താഴികക്കുടം, കൊട്ടാരത്തിനു ചുറ്റും മനോഹരമായ ഉദ്യാനം. പ്രധാന കവാടത്തിൽ കൊട്ടാരത്തിലേക്കുള്ള നടപ്പാതകളുടെ ഇരുവശത്തും ബ്രിട്ടീഷ് ശില്പി റോബർട്ട് വില്യം കോൾട്ടൺ കൊത്തിയെടുത്ത വെങ്കല കടുവകൾ. ഇതൊക്കെയാണ് കൊട്ടാരത്തിന് പുറത്തുള്ള മനോഹരമായ ദൃശ്യങ്ങൾ. 14-ാം നൂറ്റാണ്ടിൽ വാഡിയാർ രാജവംശം നിർമ്മിച്ച ഈ കൊട്ടാരം പലതവണ തകർക്കപ്പെടുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തിട്ടുണ്ട്. തകർക്കപ്പെട്ടതിനെല്ലാം ശേഷം 1897 ഇന്ന് നാം കാണുന്ന ഈ കൊട്ടാരം നിർമ്മിച്ചത്. 1912 നിർമ്മാണം പൂർത്തിയായി. അപ്പോൾ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. അതിനു മുൻപ് ടിക്കറ്റ് ചാർജുകളെക്കുറിച്ചൊന്ന് നോക്കാം. ഒരാൾക്ക് 120 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇന്ത്യക്കാരാണെങ്കിൽ. എന്നാൽ വിദേശികളാണെങ്കിൽ 1000 രൂപ, കുട്ടികൾക്ക് 70 രൂപയുമാണ്. ടൈമിംഗ് 10 മണി മുതൽ 5:30 മണി വരെയാണ്. കൊട്ടാരത്തിനകത്തേക്ക് ചെരുപ്പ് ഉപയോഗിച്ച് കയറാൻ കഴിയില്ല. പ്രവേശ കവാടത്തിന് മുന്നിൽ കാണുന്ന സ്റ്റാൻഡിൽ ചെരുപ്പുകൾ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതിന് പ്രത്യേക ചാർജില്ല. ഇതാണ് പഴയ കൊട്ടാരത്തിൻ്റെ മാതൃക. അടുത്തായി ചാമുണ്ടേശ്വരിയുടെ ഒരു രൂപവും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഏരിയയെ ഗൊംബെ തൊട്ടി അഥവാ ഡോൾസ് പാവലിയോൻ ആണ് അറിയപ്പെടുന്നത്. ദസറ ആഘോഷവേളകളിൽ പാവകളെ പ്രദർശിപ്പിക്കുന്നതിനാണ് ഗൊംബെ തൊട്ടി ആദ്യം ഉദ്ദേശിച്ചത്. മൈസൂർ ദസറ സമയത്ത് പാവകളെ ആരാധിക്കുന്ന ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. ഈ രീതി ഇന്നും തുടരുന്നു. ഇതാണ് ഇപ്പോഴത്തെ മൈസൂർ കൊട്ടാരത്തിൻ്റെ മാതൃക. മഹാരാജാക്കന്മാരുടെ കാലത്ത് ഈ പ്രദേശം ദസറ ആഘോഷവേളകളിൽ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയിരുന്നു. ഇവിടെ തടികൊണ്ട് നിർമ്മിച്ച കൊട്ടാരത്തിൻ്റെ ആദ്യ രൂപവും ഇപ്പോഴത്തെ കൊട്ടാരത്തിൻ്റെ മാതൃകയും ചാമുണ്ടേശ്വരിയുടെ രൂപവും തുടങ്ങി ഒട്ടനവധി രൂപങ്ങൾ കാണാൻ കഴിയും. കൊട്ടാരത്തിൻ്റെ 2 വശങ്ങളും ഒരു ഇടനാഴിയിലൂടെ വേർതിരിച്ചിരിക്കുന്നു. അവിടെ ഭീമാകാരമായ 2 ആനകളുടെ തലകൾ ചുവരിൽ അലങ്കരിച്ചിരിക്കുന്നു. അവ നീണ്ട കൊമ്പുകളും കോപിക്കുന്ന കണ്ണുകളുമായി ഭീമാകാരവും ക്രൂരവുമായി കാണപ്പെടുന്നു. അക്കാലത്ത് അക്രമാസക്തനായി രാജാവിനാൽ കൊല്ലപ്പെട്ട ആനകളാണിവ. ഇപ്പോഴും വർഷാവർഷം കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ സ്കൾപ്ചർ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വീര്യത്തെ ചിത്രീകരിക്കുന്നു. കമാനാകൃതിയിൽ കാണുന്ന ഈ സീലിംഗുകൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ എത്തിച്ചേരുന്നത് ഒരു കോർട്ട്യാർഡിലേക്കാണ്. മൈസൂർ കൊട്ടാരത്തിലെ മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് ഈ കോർട്ട്യാർഡ്. മൈസൂർ രാജാക്കന്മാർ ഗുസ്തിയുടെ കടുത്ത രക്ഷാധികാരികളായിരുന്നു. പ്രത്യേകിച്ച് ജെട്ടികൾ എന്നറിയപ്പെടുന്ന ഒരു ഗുസ്തി വിഭാഗത്തെ ഇവർ പിന്തുണച്ചിരുന്നു. ഈ മുറ്റത്താണ് അവർ ഗുസ്തി മത്സരങ്ങൾ നടത്തുകയും പരിശീലിക്കുകയും ചെയ്തിരുന്നത്. സങ്കീർണമായ ഫ്ലോറൽ ജോമെട്രിക് പാറ്റേൺ കൊണ്ട് അലങ്കരിച്ച കമാനങ്ങൾ ഉൾക്കൊള്ളുന്ന 2 തട്ടുകളുള്ള ഒരു മുൻഭാഗം മുറ്റത്തിനു ചുറ്റുമുണ്ട്. മുകളിലത്തെ നിലയിൽ രാജ്ഞിമാർ വീക്ഷിക്കുന്ന സ്റ്റെയിൻഡ് ഗ്ലാസ് ജനാലകൾ, താഴെ തുറന്ന ജനാലകൾ, ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ഒരു സർപ്പിളാകൃതിയിലുള്ള ഗോവണി മുകളിലത്തെ നിലയുമായി ബന്ധിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഈ കോർട്ട്യാർഡിലെ പ്രത്യേകതകൾ. മൈസൂർ രാജാക്കന്മാർ വിവാഹങ്ങളും മറ്റ് കുടുംബ ചടങ്ങുകളും ആഘോഷിച്ചിരുന്ന കല്യാണ മണ്ഡപത്തിലേക്ക് പോകാം. കാസ്റ്റ് അയൺ തൂണുകൾ താങ്ങി നിർത്തുന്ന താഴികക്കുടമുള്ള അഷ്ടഭുജാകൃതിയിലുള്ള ഉയരം കൂടിയ ഹാളാണ്. മൈസൂർ കലാകാരന്മാർ നിർമ്മിച്ചതും ഗ്ലാസ്ഗോയിൽ നിർമ്മിച്ചതുമായ മയിൽ രൂപങ്ങളും ഫ്ലോറൽ ഡിസൈനുള്ള ഒരു സ്റ്റെയിൻഡ് ഗ്ലാസ് സീലിംഗും ഇവിടുത്തെ പ്രത്യേകതകളാണ്. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ ചുവർ ചിത്രങ്ങളാണ്. കണ്ടാൽ ജീവൻ തോന്നിക്കുന്ന 20ഓളം ചിത്രങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ദസറ ആഘോഷവേളകളെ അടിസ്ഥാനമാക്കി വരച്ചിരിക്കുന്ന ഈ ചിത്രങ്ങളെ കുറേ നേരം നോക്കി നിന്നു പോകും. കണ്ടാൽ 2D 3D ഇഫക്റ്റുകൾ തോന്നുന്ന തരത്തിലുള്ള മനോഹരമായ ചിത്രങ്ങളാണ് കാണാൻ കഴിയുക. കല്യാണ മണ്ഡപത്തിന് സമീപത്തായുള്ള പോർട്രേറ്റ് ഗാലറിയിൽ നിരവധി ചിത്രങ്ങളും രാജകുടുംബത്തിൻ്റെ ഫോട്ടോഗ്രാഫുകളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഈ ഗാലറിയിൽ രാജാ രവിവർമ്മ വരച്ച 2 ചിത്രങ്ങൾ മൈസൂർ പാലസിൽ സൂക്ഷിക്കുന്നുണ്ട്. അതിലൊന്ന് ഈ ഗാലറിയിൽ സൂക്ഷിക്കുന്നു. കൃഷ്ണരാജ വോഡയാർ 4ാമൻ്റെ കുട്ടിക്കാലത്ത് സഹോദരിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രം, രവിവർമ്മ വരച്ച ഈ ചിത്രം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. തൊട്ടടുത്ത മുറികളിൽ ചന്ദനമരത്തിൽ തീർത്ത ഒരുപാട് പെട്ടികൾ കാണാൻ കഴിയും. ഇവയെല്ലാം വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾക്ക് ക്ഷണക്കത്തുകളോടൊപ്പം ലഭിച്ച പെട്ടികളാണ്.
ഇനി കൊട്ടാരത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകാം. പബ്ലിക് ദർബാർ ഹാള്. ദർബാർ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് കൃഷ്ണരാജ വോഡിയാർ നാലാമൻ്റെ ഒരു പ്രതിമയുണ്ട്. കൊട്ടാരം കലാകാരനായ ബി ബസവയുടെ സൃഷ്ടിയാണ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ശില്പം. കൊട്ടാരത്തിൻ്റെ വളരെ മനോഹരമായ ഭാഗമാണിത്. പെയിൻറ്റിങ്ങുകൾ, ദേവന്മാരുടെ ചിത്രങ്ങൾ, രാജകുടുംബത്തിൻ്റെ ചിത്രങ്ങൾ എന്നിവ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. രാജാ രവിവർമ്മയുടെ സീതാ സ്വയംവരം എന്ന ചിത്രം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സന്ദർശകർക്ക് കാണാൻ കഴിയില്ല. മഹാരാജാവ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ആഘോഷങ്ങൾ നടത്തുകയും ചെയ്യുന്ന പൊതുപ്രേക്ഷക ഹാളായിരുന്നു ഇത്. ഈ ഗംഭീരമായ സ്വീകരണ ഹാൾ ഇത് വലിയ ഗാർഡനിലേക്ക് തുറക്കുന്നു. മഞ്ഞയും സ്വർണവും കലർന്ന സിയാൻ നിറത്തിൽ വരച്ച കമാനാകൃതിയിലുള്ള തൂണുകൾ ഹാളിനെ അലങ്കരിച്ചിരിക്കുന്നു. ഈ ഭാഗത്ത് വെള്ളിയിൽ തീർത്ത സിംഹാസനങ്ങൾ കാണാൻ കഴിയും. മധ്യത്തായി കാണുന്നത് ദസറയുടെ ഭാഗമായുള്ള ഘോഷയാത്രയുടെ ചിത്രമാണ്. മൈസൂർ ദസറ ആഘോഷങ്ങളുടെ പ്രധാന പ്രതീകമായ 750 കിലോഗ്രാം ഭാരമുള്ള സ്വർണ്ണ ഗൗഡ കൊട്ടാരത്തിൻ്റെ അമൂല്യമായ നിധിശേഖരങ്ങളിൽ ഒന്നാണ്. അത് വിസിറ്റേഴ്സിന് ആ ഭാഗത്തേക്ക് പ്രവേശനമില്ല. ദസറ ഘോഷയാത്രയിൽ ചാമുണ്ടേശ്വരിയുടെ വിഗ്രഹം വഹിക്കാൻ ഉപയോഗിക്കുന്നു. കൊട്ടാരത്തിൻ്റെ എല്ലാ റൂമുകളിലും വിസിറ്റേഴ്സിന് കയറാൻ കഴിയില്ല. ചില ഭാഗങ്ങളിൽ ചില പോർഷനുകളിൽ മാത്രമാണ് വിസിറ്റേഴ്സിനെ അനുവദിക്കുക, അതും കടുത്ത നിയന്ത്രണങ്ങളിലൂടെ. എന്തൊക്കെ തന്നെയായാലും കൊത്തുപണികളും പെയിൻറ്റിങ്ങും എല്ലാമായി വളരെ മനോഹരമായ അനുഭവം തന്നെയാണിത്. കൊട്ടാരത്തിന് മുന്നിൽ ഒരുപാട് പീരങ്കികൾ നിരത്തി വച്ചിരിക്കുന്നത് കാണാം. ദസറ ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള ആചാരവെടികൾ മുഴക്കാൻ ഇത് ഇന്നും ഉപയോഗിക്കുന്നു. അംബാവിലാസ് എന്നറിയപ്പെടുന്ന സ്വകാര്യ ദർബാർ ഹാളിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. രാജാവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഉപദേഷ്ടാക്കളും കണ്ടുമുട്ടിയിരുന്നത് ഈ ഹാളിൽ വെച്ചാണ്. മനോഹരമായി അലങ്കരിച്ച ഈ ഹാള് നീലയും സ്വർണവും നിറത്തിൽ മനോഹരമായി കാണുന്നു. ദസറ സമയത്ത് രാജാവ് ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ ഹൗഡ ഇവിടെ പ്രദർശിപ്പിക്കും. ഇത്രയും ഭാഗങ്ങളിൽ മാത്രമേ വിസിറ്റേഴ്സിന് പ്രവേശനമുള്ളൂ. തിരിച്ചിറങ്ങുന്ന വഴിയിൽ ദസറ ഘോഷയാത്രയിൽ അണിചേരുന്ന ആനകളുടെ അലങ്കരിക്കുന്ന നെറ്റിപ്പട്ടം പോലുള്ളവയുടെ ഒരു ശേഖരം കാണാം. കൊട്ടാരത്തിനകത്തെ കാഴ്ചകൾ കാണാൻ ഞങ്ങൾക്ക് ഏകദേശം 2-3 മണിക്കൂർ വേണ്ടി വന്നു. കൊട്ടാരത്തിലെ മറ്റൊരു മനോഹര കാഴ്ചയാണ് വൈകുന്നേരങ്ങളിലെ ലൈറ്റ് ഷോ. ഞായറാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെയും പ്രവൃത്തി ദിവസങ്ങളിൽ 7 മണി മുതൽ 7:40 വരെയുമാണ് ലൈറ്റ് ഷോ. ഏകദേശം 97,000 മുതൽ 1,00,000 ബൾബുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ലൈറ്റ് ഷോ കൊട്ടാരം സന്ദർശിക്കുന്നവർ മിസ്സാക്കാതെ കാണേണ്ട കാഴ്ചയാണ്.